അമേരിക്ക ഇറാൻ സംഘർഷത്തിനിടയിൽ ട്രംപിന് നേരെ ഒരു വധശ്രമം നടന്നുപോകും. 2026 ഏപ്രിൽ 25 ശനിയാഴ്ച രാത്രി വാഷിംഗ്ടണിലെ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റ് ഡിന്നറിനിടെയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. കാലിഫോർണിയയിലെ ടോറന്റ് സ്വദേശിയായ കോൾ തോമസ് ആലൻ എന്ന 31 വയസ്സുകാരനാണ് ഡിന്നർ പാർട്ടിക്കിടെ വെടിവെച്ചത്. തത്സമയം ട്രംപ് വേദിക്കടുത്തുള്ള തന്റെ ഇരിപ്പിടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഭാര്യ മെലാനിയ ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ഉണ്ടായിരുന്നു. അക്രമിയായ കോൾ തോമസ് അലൻ ഒരു അധ്യാപകനും അമച്ചർ വീഡിയോ ഗെയിം ഡെവലപ്പറുമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒരു കൈത്തോക്കും ഒന്നിലധികം കത്തികളും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. ഏകദേശം രാത്രി 8:40 സംഭവം. ഡിന്നർ നടന്നുകൊണ്ടിരിക്കുന്ന ബാർ റൂമിന് തൊട്ടപ്പുറത്തുള്ള സുരക്ഷാ പരിശോധനാ കേന്ദ്രത്തിലേക്ക് ഇയാൾ ആയുധങ്ങളുമായി ഓടിക്കയറുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിച്ചതോടെ ഇയാൾ വെടിയുതിർക്കുകയായിരുന്നു. ഏകദേശം 5 മുതൽ 8 തവണ വരെ വെടിവെച്ച കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിനൊടുവിലാണ് ഇയാൾ പിടികൂടിയത്. ഇയാളുടെ വെടിയേറ്റ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് പരിക്കേറ്റു. എന്നാൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ട്. അക്രമിക്ക് വെടിയേറ്റില്ലെങ്കിലും ആരോഗ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ അക്രമി കൊല്ലപ്പെട്ടതായും പറയുന്നുണ്ട്. ട്രംപിനെ വധിക്കുകയായിരുന്നു അക്രമിയുടെ ലക്ഷ്യമെന്ന് ആദ്യം അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇപ്പോഴത്തെ ക്രൈസിസ് ആ അഭ്യൂഹങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇയാൾ ചോദ്യം ചെയ്യലിൽ ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചാണ് താൻ എത്തിയതെന്ന് ഇയാൾ സമ്മതിച്ചതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഭരണകൂടത്തോടുള്ള രാഷ്ട്രീയപരമായി വിയോജിപ്പാണോ അതോ മറ്റു വ്യക്തിപരമായ കാരണങ്ങളാണോ ഇതിന് പിന്നിലെന്ന് FBI വിശദമായി അന്വേഷിച്ചു വരികയാണ്. സംഭവത്തിന് ശേഷം വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് വെടിവെച്ച് കേട്ടപ്പോൾ ആദ്യം കരുതിയത് ഏതെങ്കിലും ട്രേ വീണതാണെന്നാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടലിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇതൊരു ലോൺ വോൾഫ് ആക്രമണമാണ് എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. 2024 പെൻസിൽവാനിയയിലെ റാലിക്കിടെ ട്രംപിന് നേരെ വെടിവെച്ച തോമസ് മാത്യു ക്രൂക്സും ഇത്തരത്തിൽ ഒറ്റയ്ക്ക് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ലക്ഷ്യം വെച്ചത് എന്ന് അക്രമിയുടെ വാദം മുഖവിലക്കെടുക്കാനാവില്ല. അക്രമിയുടെ ലക്ഷ്യം ട്രംപ് തന്നെയായിരിക്കണം. അക്രമിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നോ ഇയാൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നോ ഉള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. ട്രംപിനെ ലക്ഷ്യമിട്ടാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് വ്യക്തമല്ലെങ്കിലും വൻ നാശനഷ്ടങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇയാൾ എത്തിയതെന്ന് DC പോലീസ് ചീഫ് അറിയിച്ചിട്ടുണ്ട്.